നമസ്തേ. ഇന്ന് ഡബിൾ ബെയറിൽ മറ്റൊരു വീഡിയോവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ വിചാരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു എപ്പിസോഡാണ്, മറ്റൊരു കാര്യങ്ങളാണ്. കാരണം നമ്മളൊക്കെ ഇന്ന് ഈ സമൂഹ മാധ്യമത്തിൽ വളരെയധികം എൻഗേജ്ഡ് ആണ് എല്ലാവരും. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇന്ന് വളരെയധികം നമ്മൾ പലതരത്തിലുള്ള പല മാധ്യമങ്ങളുമായിട്ട് നമ്മൾക്കൊക്കെ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഇന്ന് പറയാൻ വിചാരിക്കുന്നത് നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിനെ പറ്റിയാണ്. നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിനെ പറ്റിയാണ് നമ്മൾ ഏറ്റവും കോൺഷ്യസ് ആയിട്ട്. നമ്മുടെ ശരീരത്തിനെയാണ് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നത്. അതിലപ്പുറം നമ്മൾ സ്നേഹിക്കുന്ന ഈ ലോകത്തിൽ വേറെ ഒരു സാധനമില്ല. ആൾക്കാർ പറയുമോ എൻ്റെ മകനെ സ്നേഹിച്ചു, മകനെ സ്നേഹിച്ചു, അങ്ങനെ പലതും പറയുമെങ്കിലും ഒന്നുമല്ല. നമ്മുടെ ഈ ശരീരത്തിനെയാണ് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. അത് നിങ്ങൾ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മളെടുത്ത് വന്നുകൊണ്ട് അത്തരത്തിലുള്ള വീഡിയോകൾ ഇട്ടുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്താറുണ്ട്. നമ്മൾ ഭയപ്പെടാറുമുണ്ട്. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും. ഏതൊരു ചാനൽ, എവിടെ എന്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാം. ഇപ്പൊ ഫേസ്ബുക്കൊക്കെ ഒന്ന് തുറന്നു നമ്മളൊന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പം വരും ഈ 5 അടയാളങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഏകദേശം 5 അടയാളം അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 5 അടയാളത്തിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ അത് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പൊക്കിളിട്ട മറ്റേ എന്തെങ്കിലും ഒരു സാധനം കാണാം. പിന്നെ അപ്പുറം വേറെ എന്തെങ്കിലും ഒരു തോലിക്ക് ഒരു കറുപ്പോ ചുവപ്പോ എന്തെങ്കിലുമൊക്കെ കാണിക്കും. അങ്ങനെ ഒരു 4-5 സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങോട്ട് പറയും, ഇതാ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാര്യം പോക്കാണ്. അപ്പൊ ഏതായാലും വേണ്ടില്ല അതൊന്ന് തുറന്ന് അതൊന്ന് വായിച്ച്, ഇതൊന്ന് വായിച്ചു കഴിയുമ്പോൾ അതിലങ്ങനെ എഴുതിയിട്ടുണ്ടാവും, വല്ലാത്ത സ്ഥിതികളൊക്കെ എഴുതിയിട്ടുണ്ടാവുക. നിങ്ങൾ അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു 10 ദിവസം ജീവിക്കോ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള വീഡിയോകളും അതിനെ പറ്റി സംസാരിക്കുന്ന ഒരു ഡോക്ടറും ഒക്കെയാ കാണുക. പിന്നെ ആ ഒരു ഡോക്ടറാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ദൈവത്തിനറിയാം. കുറെ മുറി വൈദ്യന്മാര്, കുറെ ഡോക്ടർമാര്, കുറെ പച്ചിലകളുമായിട്ട് വരുന്ന കുറെ ആൾക്കാര് ഇതെല്ലാം കൂടി കൂട്ടി തേച്ച് അരച്ച് കഴിച്ചാൽ ക്യാൻസർ വരെ മാറും എന്നൊക്കെ അങ്ങോട്ട് എഴുതിയിട്ടുണ്ടാവും. അല്ല, ലോകത്തില് ഈ വൈദ്യശാസ്ത്രമൊക്കെ ഇത്ര വളർന്ന് ഇത്രയും പുരോഗമിച്ച് എവിടെയോ എത്തുന്നിടത്ത് നമ്മളോടൊരു 5 പച്ചില കൂട്ടിയിട്ട് അങ്ങോട്ട് അരച്ച് കലക്കി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റത്തിനെ പറ്റി പറയാനില്ല എന്നൊക്കെയാണ്. ചില യൂട്യൂബർമാരും ഉണ്ട്, ചില ബ്ലോഗേഴ്സും ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ദിവസം വരുന്ന ആൾക്കാരുണ്ട്. ഒരു ടോർച്ചുമായിട്ട് ഒരു സാധനം മുട്ടിന്റെ അവിടെ ഇങ്ങനെ തൊടുമ്പോഴേക്ക് മുട്ടുവേദന പോയിട്ട് അയാൾ എണീച്ച് നടന്നിട്ടുണ്ടാവും. പിന്നെ കയ്യിന്റെ അവിടെ കൊണ്ട് വെക്കുമ്പോ കയ്യെ നൂറുന്നു, കഴുത്തിന്റെ അവിടെ വെക്കുമ്പോ കഴുത്ത് ഇളക്കി, ഊരക്ക് വെക്കുമ്പോ ഓടുകയാണ് പിന്നെ. അങ്ങനെയൊക്കെ ഒറ്റൊരു സാധനം കൊണ്ടൊക്കെ ഈ ലോകത്തിൽ എത്രയും ആൾക്കാർക്ക് വേദനകളൊക്കെ മാറ്റാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നില്ല, അതൊരു അത്ഭുതം തന്നെയാണ്. ഇങ്ങനെയുള്ള പല പല സാധനങ്ങളും നമ്മൾ ഇതിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം കണ്ടിട്ട് നമ്മളാകെ ബേജാറാകുക. നമ്മൾ ഈ ശരീരത്തിന് കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ പൊക്കിളയോ ഉണ്ടയോ എന്തെങ്കിലും കാണുമ്പോൾ ഇതൊന്നും കഷ്ടകാലത്തിന് വായിച്ചും പോയിട്ടുണ്ടെങ്കിൽ ഞാനല്ല നിങ്ങളല്ല ആര് തന്നെ ആയാലും പിറ്റേ ദിവസം ഒരു ഡോക്ടറെ അടുത്ത് പോകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. പിന്നെ ഒരുപാട് ഒരു കാര്യമുണ്ട്. ഈ ഡോക്ടർമാർ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, അവരെ തന്നെ വിളിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെയുണ്ട്. അപ്പൊ ഇവര് ഈ ഭയപ്പെടുത്തിക്കൊണ്ട് നമ്മളെ രാവിലെ എണീക്കുമ്പോൾ ഇത് എന്തെങ്കിലും കണ്ട് നമ്മൾ തന്നെ മാനസികമായി തകർന്ന് നമ്മൾ തന്നെ ഒരു രോഗിയായി മാറുമ്പോൾ ഉണ്ടാകുന്ന എന്തോ ഒരു സുഖം ഇവർക്കുണ്ടോ എന്നൊരു സംശയമുണ്ടോ.
വീട്ടിന്റെ അടുത്ത് തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 1500 മെഡിക്കൽ ഷാപ്പുകളും ഒരുപാട് ആസ്പത്രിയുടെ ബോർഡുകളും അവിടെയൊക്കെ ഒന്ന് കേറാണ്ട് രക്ഷപ്പെടണമേ ജീവിതത്തിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുന്ന ആൾക്കാർ. ഡോക്ടർമാർ ചിലപ്പം പ്രാർത്ഥിക്കുന്നുണ്ടാവും കുറെ രോഗികൾ ഉണ്ടാവട്ടെ എന്ന്, വേറെ എന്താ അവർക്ക് പ്രാർത്ഥിക്കാനില്ല. മെഡിക്കൽ ഷോപ്പുകാരൻ നിന്ന് നല്ല കച്ചവടം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ആ പ്രാർത്ഥനയ്ക്ക് എന്താ അർത്ഥം? ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെ എങ്ങനെയാ കച്ചവടം ഉണ്ടാകുക? കുറെ രോഗികൾ ഉണ്ടായിട്ട്. മറ്റേ ആൾക്ക് എങ്ങനെയാണ് ഇതുണ്ടാകുക? അയാളെയും പ്രാർത്ഥന ഇതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതോ ഇതൊന്നും ഇല്ലാതെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് നമ്മൾ പോകും, അല്ലേ? അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ ഇതിങ്ങനെ പോയി ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ ഈ ഒരു സാധനം വീഡിയോ കാണും. ഈ വീഡിയോ കഷ്ടകാലത്തിന് ഇങ്ങനെ നോക്കും. അപ്പൊ അതിലാണ് ഈ 5 ഐറ്റം ഉണ്ടെങ്കിൽ കുടുക്കി നോക്കി നോക്കി കഴിയുമ്പോ എന്താ ഉണ്ടാവുന്നത്? വയറിന്റെ അകത്ത് ഇങ്ങനെ നിങ്ങളുടെ ഇന്ന് പിന്നെ കക്കൂസ് ബാത്റൂമിൽ പോയപ്പോൾ നിങ്ങളുടെ വയറ് കാലിയാകുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് വൃത്തികെട്ട ഒരു വാസനയുണ്ടായിട്ടുണ്ടോ? അത് ഉണ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് ക്യാൻസറിനൊരു കാരണമാണ്. അല്ലെങ്കിൽ പറയും അവിടെ നിങ്ങളെ ഈ സ്റ്റൂൾ നിങ്ങളെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് പോയത് വെള്ളത്തിൽ പൊന്തി നിൽക്കുന്നതാണ്. ഇത് ഞാൻ വെറുതെ പറയല്ലത്, ഇത് കേട്ടത് പറയുകയാണ്. പൊന്തി നിൽക്കുകയെ, ഇത് നോക്കുകയാണല്ലോ അവിടെ ഇരുന്നിട്ട്. നിൽക്കുകയാണെങ്കിൽ അതും ചിലപ്പോൾ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം മനുഷ്യന്മാര് ചിലപ്പോൾ ഇതൊക്കെ 2 ദിവസം എന്തെങ്കിലുമൊക്കെ വയറിനൊക്കെ കുഴപ്പമുണ്ടായിട്ട് പോവുക. പലതും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഭക്ഷണത്തിന്റെ വ്യതിയാനം ഉണ്ടാകും. രാവിലെ വേറെ എന്തെങ്കിലും ഒന്ന് കഴിക്കുക, അല്ലെ തലേ ദിവസം കഴിച്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ചിലപ്പം പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എത്രയോ കാലം നമ്മളൊക്കെ ജീവിതത്തിൽ ഈ പ്രായം വരെയൊക്കെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ വന്നിട്ട് ഇതൊക്കെ കയ്യിൽ ഇവരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പേടിപ്പിച്ചിട്ട് കുറേ മെഡിക്കൽ ടേം വേർഡുകളും അതൊന്നും ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ജീവിതത്തിൽ നമ്മൾ കേൾക്കാത്ത കുറെ വാക്കുകൾ. SOH2 ആൻഡ് അലോമനറി മറ്റേത് കൂടിയപ്പോൾ ഇതാണ് സംഭവിക്കുക. ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് എന്ത് കാര്യമാണ് സുഹൃത്തുക്കളെ? സാധാരണക്കാരായ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഇതിനെക്കൊണ്ട്? ഒരു കാര്യമില്ല, ഒരു കാര്യവുമില്ല. നമ്മളെ ഒരു ഭയപ്പാടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിനിടക്ക് ഇവിടെയുള്ള ഒരു പട്ടാളത്തിൽ ജോലി ചെയ്ത ആളാണ്. അയാൾ ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ ദിവസം കാണുന്ന ആൾക്കാർ കാണുന്നില്ല. ഒരു ദിവസം അയാളെ കണ്ടപ്പോൾ ഇല്ല കുറെ ആയല്ലോ കണ്ടിട്ട്, എവിടെയാണ് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യമൊന്നും പറയാത്തതാ നല്ലത്. ഞാൻ ഈ നമ്മുടെ മൊബൈലിലൊക്കെ നോക്കിക്കൊണ്ട് ചെറിയൊരു ചികിത്സ ചെയ്തു. എൻ്റെ കണ്ണൊക്കെ പഴുത്ത് കണ്ണിന്റെ കാഴ്ച പോകുമായിരുന്നു. ഞാൻ എങ്ങനെയോ ജീവിതത്തിൽ ഇനി സമ്പാദിച്ചതിന്റെ പകുതി മുക്കാലും പോയെന്നാ തോന്നുന്നല്ല, പോയി. ആശുപത്രിയിൽ കിടന്ന് ആശുപത്രിയിലെ ഡോക്ടർ എന്നെ അടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ആശുപത്രിയിലായി പോകുന്ന വലിയൊരു ഗതികേടിലേക്ക് എത്തേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഇത്തരം സംഗതികൾ ഫോളോ ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു അബദ്ധത്തിനെ പറ്റി ഞാൻ ഇത് സത്യമായിട്ട് ഇവിടെ ഉണ്ടായി. എന്നോട് നേരിട്ട് പറഞ്ഞൊരു കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. മറ്റൊരു ഡോക്ടർ ഒരിക്കൽ പറയട്ടെ, ഡോക്ടർ പറയുന്നത് ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റുന്നില്ല എന്നാണ്. കാരണം ഈ വരുന്ന ആൾക്കാർ അത്യാവശ്യം ഇവിടെ ബാംഗ്ലൂർ വൈറ്റ്ഫീൽഡിൽ ജോലി ചെയ്യുന്നൊരു ഡോക്ടർ പറഞ്ഞതാണ്. ഈ ഡോക്ടർ പറയുന്നത് പേഷ്യൻസിനെ ചികിത്സിക്കുന്നതിന്റെ മുന്നേ പേഷ്യൻസ് പല സിംറ്റം ഇങ്ങോട്ട് പറയുകയാണ്. അതുകൊണ്ട് ഇത് ഈ രോഗമായിരിക്കുമല്ലേ എന്ന്. ഡോക്ടർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ സാധനം നോക്കിയിട്ട് രാവിലെ ഈ ഉണ്ടായ സിംറ്റം പ്രകാരം എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഗൂഗിളിൽ തപ്പി സെർച്ച് ചെയ്ത് അതിനെപ്പറ്റി പഠിച്ചിട്ട് ആ സംഗതികളാണ് പോയിട്ട് ഡോക്ടറോട് അങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പൊ ഡോക്ടർക്ക് അതിനുള്ള മറുപടി പെട്ടെന്ന് ഡോക്ടർ ഇതെല്ലാ സാധനവും നോക്കി അതിന് ശേഷം അത് ചെക്കപ്പ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് നിങ്ങളോടൊരു രോഗം ഇന്നതാണ് എന്ന് പറയുന്നത്. അത് പറയാൻ ആ ഡോക്ടർക്ക് സാധിക്കുന്നില്ല. അങ്ങനെയും ഓരോ പ്രശ്നങ്ങൾ. അപ്പൊ ദയവ് ചെയ്ത് പിന്നെ കുറെ മെഡിക്കൽ കമ്പനി
കുറേ മരുന്നുകളെ പറ്റിയിട്ട്, ഒരുപാട് മരുന്നുകളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. 8% ഫ്രീ തരും, 5% പിടിച്ചോ, 6% അങ്ങനെ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ദിവസം മരുന്ന് കമ്പനികളുടെ ഒരുപാട് ഡിസ്കൗണ്ടോട് കൂടിയിട്ട് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അല്ലേ? പിന്നെ വേറെ ഒന്നുണ്ട്. ലാബ്, ബ്ലഡ് ചെക്കപ്പ് കാര്യങ്ങൾ ദിവസം വന്നുകൊണ്ടേയിരിക്കും പരസ്യങ്ങൾ. ദിവസം വരും. നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്, ഇന്ന സ്ഥലത്താണോ, ഇതാ വന്നോളൂ. നിങ്ങൾക്ക് 10,000 ചെലവാക്കിയാൽ കിട്ടാത്ത അത്രയും വലിയ ഒരു ഓഫറാണ് ഇവിടെ തരുന്നത്. വെറും 1,500 കിട്ടിയാൽ നിങ്ങൾക്ക് ഈ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നു. രാവിലെ ഒരാൾക്കാർ വരും, വരുമ്പോൾ ബ്ലഡൊക്കെ എടുത്തു പോകും. എന്നിട്ട് ഒരു വലിയ റിപ്പോർട്ട് അയച്ചു തരും. ഈ റിപ്പോർട്ടും നമ്മളെ ബ്ലഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്, ബന്ധമുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഇന്ന് ഈ ഹെൽത്ത് സെക്ടറിൽ വലിയ ഒരു പറ്റിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് കുറെ ഡോക്ടർമാർ ഇങ്ങനെ വന്നിട്ട് ഈ 5 ഐറ്റം നിങ്ങളുടെ ശരീരത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കിഡ്നി പോയി, മറ്റേ ഇന്ന ഭാഗത്ത് ഈ ഐറ്റം കണ്ടു കഴിഞ്ഞാൽ ഇന്നെന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടോ, നിങ്ങളുടെ ഹൃദയം പോയി. നിങ്ങളെ ഹൃദയം നിൽക്കുന്നതിന് 5 ദിവസം മുമ്പേ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് കണ്ടുവരുന്ന മാറ്റങ്ങൾ ഇന്നതാണ്. ശരീരം തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. ഈ സാധനം തുറന്നുമ്പോൾ ഇത് വായിച്ചു നോക്കുമ്പോ ഒരു ഹൃദയം എനിക്ക് തന്നെ അത് പറയാൻ പറ്റും. ഈ ഹൃദയത്തിന് പ്രശ്നം വരിക എന്നൊക്കെ പറഞ്ഞാല് അതൊന്നും കണ്ടുപിടിക്കാൻ ആർക്കും സാധിക്കില്ല. വേറെ വലിയ സൂക്കേടുകൾ കുറച്ച് സമയമെങ്കിലും കിട്ടും. ഹൃദയമൊക്കെ അങ്ങോട്ട് നിന്നു പോകുക എന്നുള്ളത് അത് നമുക്ക് ശരീരമൊന്നും ഒരു രാജ്യം ഒന്നും തരൂല. പെട്ടെന്ന് ഒരു സമയത്ത് കുഴഞ്ഞങ്ങ് വീഴുക. ആ വീണിട്ട് ആ സമയത്ത് എവിടുന്നെങ്കിലും എടുത്തു കൊണ്ടുപോയി ആശുപത്രിയിൽ ഒരു ശ്വാസം ഉണ്ടെങ്കിൽ അതിനെ അടിച്ചു കുത്തി നൂർത്തി എല്ലാം കൂടി ശ്വാസം ശരിയാക്കി കൊണ്ടുവന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കിട്ടിയാൽ അത് അയാൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തേക്ക് വരുന്നൊരു കാര്യമാണ്. ജീവൻ കിട്ടുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ്. അല്ലാതെ ഈ പറയുന്ന 5 ഐറ്റം 5 ദിവസം, അത് നമുക്ക് ആ സംശയമൊക്കെ തോന്നും. അവര് പറയുന്ന ആ 5 ഐറ്റം നമ്മൾ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന് മുതൽ തോന്നും നമുക്ക് കാണുന്ന ഓരോ പ്രശ്നങ്ങളും ആ രോഗങ്ങളാണോ കാണിക്കുന്നത്, നമ്മളൊരു ഹൃദയം നിൽക്കാൻ പോവുകയാണോ, അല്ലെങ്കിൽ നമ്മളെ കിഡ്നി അങ്ങ് അവസാനിക്കാൻ പോവുകയാണോ. എൻ്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായിട്ടുണ്ട്. ഈ എവിടെയോ അവൻ വായിച്ചു, ഈ മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സൈനുകൾ ഒക്കെ കിഡ്നി പോകുന്നതിന്റെ ഒരു ലക്ഷണമാണെന്ന് എവിടെയോ അവൻ വായിച്ചു. ഈ വായിച്ചതിന് ശേഷം അവന് ഡെയിലി ബാത്റൂമിൽ പോയിട്ട് ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ ഇത് ഇങ്ങനെ നോക്കുക, ഇന്നെന്ന മാതിരി ഉണ്ടോ മൂത്രം കാണാൻ. അതിങ്ങനെ നോക്കി നോക്കി എല്ലാം കൂടി ബേജാറായി ലാസ്റ്റ്. അപ്പൊ അത് ചിലതൊക്കെ തോന്നി. ആ തോന്നിയിട്ട് അയാൾ പോയിട്ട് ഇത് ചെക്ക് ചെയ്ത്, ക്രിയാറ്റിൻ ചെക്ക് ചെയ്തപ്പോ നല്ല രസമായിരുന്നു. 1.03 എന്നാണ് അയാൾക്ക് ഇത് വന്നത്. അയാൾ ഉടനടി ഓടി വന്ന് എൻ്റെ അടുത്ത് എൻ്റെ കിഡ്നി പോയിന്ന് തോന്നുന്നു എന്നിട്ട് കരഞ്ഞിട്ടാ വന്നത്. അപ്പൊ നമുക്കതിനെ പറ്റി വലിയ വിവരമില്ലല്ലോ. അപ്പൊ നമ്മളിത് നോക്കിയിട്ട് പറഞ്ഞു എന്താ എനിക്കറിയില്ല, നമുക്ക് ഏതായാലും ഡോക്ടറെ അടുത്ത് പോകാറ്. അങ്ങനെ ഇവിടെ അടുത്ത് തന്നെ നോർത്ത് ഇന്ത്യൻ ഡോക്ടറിന്റെ അടുത്ത് പോയി. അപ്പൊ അയാള് പറഞ്ഞത് അങ്ങനെ ഇത് 1.3 ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ 1.3 ഒക്കെ കിഡ്നിക്ക് എന്തോ ടച്ച് ചെയ്തെന്നാണ് ഇയാൾ പറയുന്നത് പറഞ്ഞപ്പോ ഡോക്ടർ വളരെ കൂളായിട്ട് പറഞ്ഞു നിങ്ങൾ എന്താ പറയുന്നത്, അത് 1.03 ആണ്. 0 ഉണ്ട് അതിന്റെ നടുവിൽ, അതിനെ കൊണ്ട് ഒരു പ്രശ്നമില്ല, പോയിക്കോളിന്ന്. അപ്പൊ ഈ സാധനമൊക്കെ കണ്ടിട്ട് ഇതിൽ പറയുന്നതാണല്ലോ, ഇത് ഇത്രയായിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ 1.3ന്റെ. അപ്പൊ ഇത് പെട്ടെന്ന് കാണുമ്പോ ഒന്നും അറിയാത്ത ഈ മേഖലയെ പറ്റി ഒന്നും അറിയാത്ത നമ്മളെ പോലത്തെ ആൾക്കാരാകെ പേടിച്ചു പോവില്ല. അങ്ങനെയുള്ള ഭയപ്പാടുണ്ടാക്കി അതിന്റെ മേലെ കാശുണ്ടാക്കി ജീവിക്കുന്ന വലിയൊരു സമൂഹം ഇന്ന് ഉണ്ട്. ഇത് നല്ല നല്ല ഡോക്ടർമാർക്കൊക്കെ വലിയൊരു പ്രശ്നമായി മാറുകയാണ്. ഈ പ്രൊഫഷനൊക്കെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഡോക്ടർമാരുണ്ട്. ഇതിനെ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന, രോഗികളെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട്. അവർക്കൊക്കെ ഇതൊരു മോശ പേരും അവരെയൊക്കെ ഒരു ഉപദ്രവിക്കുന്ന ഒരു 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 പ്രവണതയാണ്.
ഒരു തിരുവനന്തപുരംകാരൻ ഒരു ഡോക്ടറൊക്കെ ഉണ്ട്. ഡെയിലി വന്ന് പറയുന്നതൊക്കെ പല ജാതി. നിങ്ങൾക്ക് ഗ്യാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? എങ്കിൽ കഴിഞ്ഞു നിങ്ങളെ കാര്യം. നിങ്ങൾ ഉള്ളി തിന്നുക, നിങ്ങൾ ക്യാരറ്റ് തിന്നു, 2 മറ്റേത് തിന്ന്, ഇത് 10 തിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാനൊരു പ്രാവശ്യം ചെയ്തില്ല ഡയറ്റിങ്. ഇതുമാതിരി കേട്ടിട്ട് പുല്ലും ഇലയൊക്കെ തിന്നിട്ട് ഡയറ്റ് ചെയ്ത് നോക്കി. 10 ദിവസം കൊണ്ട് ഞാൻ ശവമാരിയായി പോയി. എണീച്ചടക്കാൻ പറ്റുന്നില്ല എനിക്ക്. അവസാനം ഞാൻ എന്തൊക്കെയോ വാങ്ങി കഴിച്ചിട്ടാ അത് ശരിയാക്കിയത്. ഇയാള് പറയുന്നത് കേട്ടിട്ട് എനിക്ക് കിഡ്നിന്റെ രോഗവും ഹാർട്ട് രോഗവും ഒന്നും വരാണ്ട് നല്ല ഉഷാറായിക്കോട്ടെ വിചാരിച്ചിട്ട് ചെയ്തു നോക്കിയതാ. ചെയ്തു നോക്കി ലാസ്റ്റ് എണീച്ച് നിൽക്കാനും വർത്താനം പറയാൻ ആരെങ്കിലും വർത്താനം പറയണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം തോന്നുന്ന ഒരു തരത്തിലേക്കൊക്കെ എത്തി ആകപ്പാടെ ഗതികേടായി പോയി. അപ്പൊ ഇവര് പറഞ്ഞ ഡയറ്റ് പ്രകാരം എന്താണ് ലക്കോറ്റിയ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാബേജ് മാതിരിത്തൊരു സാധനം ഉണ്ടല്ലോ. അതൊക്കെ കഴിക്കുക. ക്യാരറ്റ് പുഴുങ്ങിയിട്ട് സലാഡാക്കിയിട്ട് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയിട്ട് 2 ചപ്പാത്തി, ചോറ് 1 സ്പൂണ് ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറഞ്ഞു. ഇതൊക്കെ ആക്കിയിട്ട് ഞാൻ ഇതേമായിട്ട് ഫോളോ ചെയ്തിട്ട് ഏകദേശം ഒരു 2 ആഴ്ച കഴിച്ചിട്ടേ ഉള്ളൂ. പിന്നെ എല്ലാം കൂടി കാണാൻ പ്രേതം എല്ലാം എന്താ പറയണ്ടെങ്കില് ശവമാരിയായി പോയി. എണീച്ച് നിക്കാൻ സംസാരിക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്കൊക്കെ നമ്മൾ എത്തിപ്പോയി. അപ്പൊ അതുകൊണ്ട് ആരും തന്നെ ഇങ്ങനെ പലേതും കണ്ടുകൊണ്ടേയിരിക്കും. ഇതിനെ ഒന്നും തുറന്നു നോക്കുവാൻ പോലും പാടില്ല. ദയവ് ചെയ്ത് ഇങ്ങനെ വീഡിയോകൾ ഇട്ടുകൊണ്ട് ജനങ്ങളെ ഉപദ്രവിക്കാതെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അവരെ സഹായിക്കണം. ഞങ്ങളെ പോലത്തെ പാവങ്ങള് ഞങ്ങൾക്ക് ഈ വലിയ ഇതൊന്നുമില്ല. ഏത് ഈ വലിയ തരത്തിലുള്ള മറ്റേ ഈ മെഡിക്കൽ ടേം ഒക്കെ പറഞ്ഞാൽ മനസ്സിലാകുമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചൊക്കെ നല്ല നല്ല ഡോക്ടർമാർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ ഈ പേടിപ്പിക്കരുത് ദയവ് ചെയ്ത്. കുറച്ചു കാലം ജീവിച്ചിരിക്കുമ്പോൾ നല്ല എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിച്ച് ചത്തുപോയിക്കോട്ടെ എന്നാണ് എനിക്കൊക്കെ ആഗ്രഹമുള്ളത്. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. ഇല്ല ദിവസം അടിച്ചു പൊളിച്ച് അങ്ങ് മുന്നോട്ട് പോകണമെന്ന്. അപ്പൊ അതിനുവേണ്ടി എല്ലാ ഇത്തരത്തിലുള്ള പംക്തികൾ ഇറക്കിക്കൊണ്ട് ജനങ്ങളെ പേടിപ്പിക്കുന്ന പരിപാടി നിർത്തണമേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.